കാലവർഷം സാധാരണയായിട്ട് ജൂണിൽ വരേണ്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ തന്നെ കാലവർഷം എത്തിയിരിക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം മാർച്ച് ഏപ്രിൽ മാസത്തിൽ സാധാരണയിലും അധികം വലിയ ഒരു ചൂടായിരുന്നു അനുഭവപ്പെട്ടത് കേരളത്തിൽ മുഴുവനായിട്ടും. വലിയൊരു ചൂട് തന്നെയായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു മെയ് ആദ്യത്തോടു കൂടി ചെറിയ ചെറിയ മഴകൾ വന്നു തുടങ്ങി. പക്ഷേ ഇപ്പോൾ കാലവർഷം എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ കുറച്ച് നേരം മുമ്പ് രാവിലെയൊക്കെ ഒരു യെല്ലോ അലർട്ട് ചില സ്ഥലങ്ങളിലൊക്കെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ 4 ജില്ലകളിലായിട്ട് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട്. നല്ല അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ളവർ, ആ പ്രദേശത്തുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണം. ഇത്തവണ കാലവർഷം വളരെ രൂക്ഷമായി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രൂക്ഷ കാലവർഷത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രതയായിരിക്കണം. ജൂൺ 1 കൂടിയാണ് സാധാരണ സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ഒരു സമയത്ത് മഴയൊക്കെ നനഞ്ഞ് സ്കൂളിൽ പോകുന്ന ആ ഒരു കാലാവസ്ഥയുടെ മാറ്റമാണ് ഇത്തവണ നമുക്ക് കാണാനിടയായത്. കഴിഞ്ഞ വർഷമൊന്നും ഇത്തരത്തിലുള്ള ജൂൺ 1 കഴിഞ്ഞു പിന്നെ കുറച്ചും കൂടെ വൈകിയാണെന്ന് തോന്നുന്നു. വീണ്ടും അതിശക്തമായ കാലാവസ്ഥ ഉണ്ടായത്. പക്ഷേ ഇത്തവണ നേരത്തെ തന്നെ കാലവർഷം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം. ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. മലബാർ ജില്ലകളിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ തോരാത്ത മഴയായിരുന്നു. മലബാർ ജില്ല ആ ഭാഗങ്ങളിലെല്ലാം പലയിടത്തും നഗരങ്ങളൊക്കെ വെള്ളക്കെട്ടുകളിലായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് സൈഡ് ഓഫീസിൽ വെള്ളം കയറി. കണ്ണൂർ കുറുവയിൽ 2 വീടുകളുടെ മുകളിലേക്ക് മതിലിടിഞ്ഞ് കേടുപാടുകൾ ഉണ്ടായി. കൊയ്യത്ത് മരം വീണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പ്രധാന റോഡിൽ മുഴുവനും വെള്ളക്കെട്ടാണ്. പിലാത്രയിൽ ദേശീയപാത സർവീസ് റോഡിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം ഇങ്ങനെ നിരവധി ആ ഒരു ഭാഗങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ മഴക്കെടുതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ കാലവർഷമൊക്കെ വരുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാവാൻ വീടുകളുടെ മുകളിലേക്ക് മരങ്ങളൊക്കെ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം കാലവർഷത്തിന് മുന്നോടിയായിട്ട് തന്നെ ഇത്തരത്തിൽ മരങ്ങളൊക്കെ ഉണ്ട്, പഴകിയ മരങ്ങളോ അല്ലെങ്കിൽ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളോ കൊമ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടുക, അതിവേഗം തന്നെ വെട്ടുക. കാരണം കാലവർഷം എത്തിയിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മളുടെ സ്ഥലത്ത് നിൽക്കുന്ന, നമ്മളുടെ വസ്തുവിൽ നിൽക്കുന്ന മരമാണെങ്കിലും ചിലപ്പോൾ അപ്പുറത്തേക്കായിരിക്കും വീഴുന്നത്. അവർക്കൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം മരം വീഴാൻ സാധ്യതയുള്ള മരങ്ങളൊക്കെ വെട്ടുക. അതിൽ ഇപ്പം അതിനൊക്കെ ഈ പണ്ട് കാലങ്ങളിലൊക്കെ പഞ്ചായത്തിൻ്റെ അനുമതി വേണം, തദ്ദേശ വില്ലേജ് ഓഫീസുകളുടെയൊക്കെ അനുമതി വേണമെന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഴയുടെ സാധ്യതയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ ജസ്റ്റ് ഒരു അപേക്ഷ കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് വെട്ടാവുന്ന, ആരും അതിനൊരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻ കേസ് ഇനി അയൽവാസിയുടെ അകത്ത് ഇത്തരത്തിൽ വൃക്ഷമുണ്ട്, നമുക്കൊരു അപകടകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് പോലീസിനെ അറിയിച്ചാൽ അവർക്ക് അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാനുള്ള നിയമമുണ്ട്. അതിന് പ്രത്യേകിച്ച് കോടതിയിലൊന്നും പോകേണ്ട. ഇത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള കാര്യമാണെങ്കിൽ ആ റോഡ് സൈഡിൽ നമുക്ക് അവരിലേക്ക് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് വെട്ടാനുള്ള കാര്യം അവർ തന്നെ ചെയ്തു തരും. തദ്ദേശ വകുപ്പിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. മാത്രമല്ല നമുക്ക് റോഡിലൊക്കെ കുഴിയും കുണ്ടുമൊക്കെ ഉള്ള സ്ഥലങ്ങൾ, മിക്ക റോഡുകളും നമ്മുടെ കേരളത്തിൻ്റെ റോഡുകളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ വാഹനങ്ങളിൽ പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം റോഡുകൾ നിരന്നായിരിക്കും വെള്ളങ്ങൾ കിടക്കുന്നത്. അപ്പോൾ 2 വീലറിലൊക്കെ പോകുന്നവർ ചിലപ്പോൾ അപകടങ്ങൾ പതിയിരിക്കുന്നതാണ്. കനത്ത മഴയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ദേശീയപാത നിർമ്മാണം നടക്കുന്ന പാപ്പിനിശ്ശേരി വേളാപുരത്തും വെള്ളക്കെട്ടുണ്ട്. ചൊവ്വയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം വെള്ളം കയറി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഓടകൾ അടഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വെള്ളം കയറിയത്. കോർപ്പറേഷൻ തൊഴിലാളികളെത്തി ഓട വൃത്തിയാക്കാൻ തുടങ്ങി എന്നുള്ളതും അറിയുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്യുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് വെള്ളക്കെട്ടിലാവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു മഴയിൽ തന്നെ പെട്ടെന്ന്, കാരണം ഈ ഓടകൾ അടഞ്ഞിരിക്കുന്നതാണ് മെയിൻ സംഗതി. കാരണം ഈ നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചില ഒരു റോഡ് സംബന്ധമായിട്ടുള്ള ഏരിയകളിലെല്ലാം ഈ ഓടകളുള്ള ഏരിയകളിലെല്ലാം ഈ വന്ന് ഇതിൻ്റെ ചെപ്പും ചവറും എല്ലാം കൂടിയിരുന്ന് അടഞ്ഞു പോകും. അപ്പോൾ മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മഴവെള്ളം പോകാനുള്ള
സാധ്യത കുറവാണ്. കോർപ്പറേഷൻ ചിലയിടങ്ങളിലൊക്കെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ശുചിത്വ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇല്ലാത്ത കാര്യങ്ങൾ തദ്ദേശ വകുപ്പുകളുമായിട്ടൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ പഞ്ചായത്തുമൊക്കെ സംസാരിച്ച് അതാത് നഗരസഭയിലോ ഒക്കെ പരാതി നൽകി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓട ശുചീകരണം ഇപ്പം നമ്മളുടെ ചുറ്റുപാടും ഉള്ളത് തന്നെ നമ്മൾ ചെന്ന് പരാതി കൊടുക്കുകയാണെങ്കിൽ ശുചീകരണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരാൻ സാധ്യതയുണ്ട്. എന്തായാലും പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശമാണ്, ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമുക്ക് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ഒക്കെ നമ്മുടെയൊക്കെ കൺമുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രത വേണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ ഈ ഒരു മഴ വരുന്ന സന്ദർഭം അനുസരിച്ച് ഒന്ന് മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. നമ്മുടെ വീടാണ്, അല്ലെങ്കിൽ നമുക്ക് വിട്ടുപോകാൻ പെട്ടെന്ന് ഒരു ഇത്, പക്ഷേ ഒരു മഴ എത്തരത്തിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ വരുന്നതെന്ന് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. ഏത് നിമിഷവും ഏത് രീതിയിലും പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ വരുന്ന മഴയായിരിക്കാം പെട്ടെന്ന് വലിയ രീതിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, ഈ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഉരുൾപൊട്ടി വരുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ നഗരവൽക്കരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഉരുൾപൊട്ടുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനുള്ള മരങ്ങളോ കാര്യങ്ങളോ ഒക്കെ അതിൻ്റെയൊക്കെ അഭാവങ്ങളും ഒക്കെയാണ് ഈ മണ്ണിടിച്ചിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സൂക്ഷിക്കുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അപകട സാധ്യത മുൻകൂട്ടി കണ്ട അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്നാണ് പറയുന്നത്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതും ആണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകൾ താമസിക്കുന്നവർ, മേൽക്കൂര ശക്തമല്ലാത്ത വീടുകൾ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണമെന്നും പറയുന്നുണ്ട്. ഏതായാലും ശക്തമായ മഴ പെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കുവാനോ അല്ലെങ്കിൽ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ പോകരുത്. കാരണം മീൻ പിടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മഴ ശക്തമാകുന്ന ഈ അവസരത്തിൽ ആവശ്യമില്ലാത്ത യാത്രകളൊക്കെ ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര നമ്മൾ ഈ ടൂർ ഒക്കെ പോകുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴയുള്ള സന്ദർഭങ്ങളിൽ അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിലുള്ള നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. ഈ ഒരു തീവ്ര മഴ നേരത്തെ തന്നെ കാലാവസ്ഥ ഇത്തരത്തിലുള്ള അതായത് വർഷകാലം വരുന്നത് കൊണ്ട് തന്നെ നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയാലും കർശന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് എല്ലാവരും സുരക്ഷിതമായിട്ടുള്ള യാത്രകൾ ചെയ്യുക, സുരക്ഷിതമായി തന്നെ വീടുകളിൽ ഇരിക്കുക. കഴിഞ്ഞ വർഷം നമ്മുടെ മുമ്പിൽ വയനാട് ദുരന്തം പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രളയമോ പ്രകൃതി ദുരന്തമോ ഒന്നും നമ്മുടെ കേരളത്തെ ബാധിക്കാതിരിക്കട്ടെ. സംസ്ഥാനത്ത് ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു സന്ദർഭം തന്നെയാണ്. റെഡ് അലർട്ട് ഈ 4 ജില്ലകളിൽ വന്ന സ്ഥിതിക്ക് ആ ജില്ലകളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതിതീവ്ര മഴയാണ്. പരമാവധി യാത്രകളൊക്കെ ഒഴിവാക്കുക. എന്നാൽ നമുക്ക് ഇത്തരത്തിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അതൊന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക, അതിൽ ജാഗ്രതരായിട്ടിരിക്കുക. അത് മാത്രമേ പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കാലവർഷം കുറച്ചുകൂടി ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം മറ്റുള്ള സ്ഥലങ്ങൾ തെക്കൻ കേരളത്തിലോട്ടും ഇത്തരത്തിൽ മഴ സാധ്യത കനക്കും. അങ്ങനെയാണെങ്കിൽ ജൂൺ 1 ഇപ്പോൾ സ്കൂൾ ഒക്കെ തുറക്കുന്ന സന്ദർഭമാണ്. കുറച്ചുകൂടി ബുദ്ധിമുട്ടിലാവുന്നത് കുട്ടികളും ഒക്കെ ആയിരിക്കും. കാരണം ഈ സ്കൂളിലൊക്കെ പോകാനുള്ള വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇത് തന്നെയാലും കാലാവസ്ഥ കനത്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.